പെണ്ണുങ്ങൾക്ക് പോകാം. കേട്ടോളൂ. ഇതുപോലെ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ചില ആളുകൾ സ്ത്രീ പള്ളി പ്രവേശം, നമ്മളെ സുന്നികളും പറയൂ തന്നെ സ്ത്രീ പള്ളി പ്രവേശം, അങ്ങനെ പറയാൻ തന്നെ പാടില്ല. സ്ത്രീ പള്ളി പ്രവേശം അങ്ങനെ ചർച്ചന്നില്ല സുന്നികളല്ലാത്തവരും തമ്മിൽ. പിന്നെ സുന്നിയല്ലാത്തവർ നമ്മുടെ തർക്കം എന്താണ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചൂടെന്നല്ല. അത് നമ്മളെ മദ്രസയിലെ ബുക്കിലൊക്കെ ഉണ്ട്. ഹൈലുള്ള സമയത്ത് സ്ത്രീക്ക് പള്ളി കടക്കാൻ പാടില്ല, ജനാപത്തുള്ള സമയത്ത് പുരുഷന്മാർക്ക് കടക്കാൻ പാടില്ല. പള്ളി പ്രവേശിച്ചുള്ള മസേല അങ്ങനെ. പിന്നെ എന്താ നമ്മൾ തർക്കം? സ്ത്രീകൾ ജുമഅക്കും ജമാഅത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാവോ പോയിക്കൂടേന? അത് പള്ളിയിലേക്കാണെങ്കിലും ശരി, മദ്രസയിലേക്കാണെങ്കിലും ശരി, എവിടെയാണ് ശരി, ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പോയിക്കൂടെ? ഇതാ തർക്കം. പള്ളി പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ? അങ്ങനെ ഒരു തർക്കം സുന്നികളല്ലാത്തവരും തമ്മിലില്ല. ഞാൻ 100 പ്രാവശ്യം വരെ പ്രസംഗത്തിലും അത് പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരെന്ന് ചിലർ സ്ത്രീ പള്ളി പ്രവേശം തന്നെ ബാനർ എഴുതിക്കൊണ്ടുവരും. സ്ത്രീ പള്ളി പ്രവേശത്തെ സംബന്ധിച്ച് 10 മില്യൺ അല്ല മദ്രസയിൽ, നമ്മളെ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസത്തിൽ മദ്രസയില്ലേ സ്ത്രീക്ക് പള്ളി പ്രവേശിക്കാമോ പ്രവേശിച്ചു അങ്ങനെ തർക്കമുണ്ട് നമ്മുടെ ദീനിൽ. സ്ത്രീക്ക് പള്ളിയിൽ കിടക്കാമോ കടന്നുകൂടെയതല്ല. ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, എന്നിട്ടോ ആ വീട്ടുകാർക്ക് ആ റൂമിൽ കടന്നു. എന്താ തെറ്റ്? സ്ത്രീക്ക് പള്ളി പ്രവേശിച്ചുകൂടാനാ? അത് പള്ളിയല്ലേ? ഒരു റൂം പള്ളിയാക്കി പള്ളിയാവൂലേ? അവിടെ ഒരു പെണ്ണ് കടന്നാൽ തെറ്റുണ്ടോ? അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോകാമോ പുറപ്പെട്ടു പോയിക്കൂടെ? ഇതാണ് സുന്നികളല്ലാത്തവരും തമ്മിലുള്ള തർക്കം. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ. ശാഫിഈ ഇമാമിന്റെ വാചകം എത്ര അർത്ഥവത്താണ്. ഒരൊറ്റ ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല. ഒരു ജുമുഅയിലും പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു. ഒരു ജുമുഅയിലും പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടുകൂടെ എന്നാ തർക്കം. എന്തിന്? നിസ്കാരത്തിന് വേണ്ടി, ജുമുഅക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. ഇവിടെയാ തർക്കം. അല്ല പള്ളി കടക്കാവ് കടന്നുകൂടുന്ന തർക്കം തന്നെ സുന്നികളും അല്ലാത്തവരും തമ്മിൽ ഇല്ല. അത് വേറൊരു വിഷയമാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ വന്ന് കലരാനും പങ്കെടുക്കാനും പാടില്ല. അത് പള്ളിയിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തും പാടില്ല. അത് വേറൊരു വിഷയം. സ്റ്റേജിലും പാടില്ല. കണ്ടോ? സ്റ്റേജിലും പാടില്ല. ആഹാ കണ്ടോ? ആ പള്ളിയിലും പാടില്ല, പള്ളി അല്ലാത്തടത്തും പാടില്ല, സ്റ്റേജിലും പാടില്ല. അപ്പൊ എന്താ ഇവിടെ തർക്കം? എന്താ? പള്ളി പോകാൻ പറ്റൂലെന്നല്ല, നേരെ മറിച്ച് ജുമ ഉദ്ദേശിച്ച് പോകാൻ പാടുണ്ടോ പാടില്ലേ എന്നാണ്. അങ്ങനെയാണ് ഷാഫി ഇമാം പറഞ്ഞത്. എന്നാൽ അതേ ഷാഫി മദ്ഹബിൽപ്പെട്ട നവവി ഇമാം പറഞ്ഞതോ, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞതോ ജവാസ് ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദി. കേട്ടോ? ജവാസ് ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദി. പെണ്ണിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകൽ അനുവദനീയമാണ്. ലിസ്വലാത്തി ലിശുഹൂദിസ്വലാത്തി, നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് ഈ ഭാരത്ത്. അല്ലാതെ ഖറജത് ഇംറഅത്തുൻ അത് കണ്ടാലും ആലിംതു ആദ്യത്തിലുണ്ട്, എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു മകളോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ പുറപ്പെട്ടു പോയാൽ മാലിംതു ഞാൻ അറിഞ്ഞിട്ടില്ല, ഷാഫി ഇമാം അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അതറിഞ്ഞ ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, അന്നഹുന്ന കുന്ന യഹ്ജുജ്ന വയതുഫ്ന വയഖ്റുജ്ന ഇലൽ മസാജിദി ഫി അഹ്ദിൻ നബിയ്യി വബഅദഹു. ഇബ്നു ഹജർ അസ്ഖലാനി എന്താ പറഞ്ഞത്? ഷാഫി മദ്ഹബുകാരൻ പറഞ്ഞ എന്താണ്? ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് അന്നഹുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാർ യഹ്ജുജ്ന അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു, വയതുഫ്ന അവർ തവാഫ് ചെയ്യുമായിരുന്നു, വയഖ്റുജ്ന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു, ഫി അഹ്ദിൻ നബിയ്യി വബഅദഹു റസൂലുള്ളാഹിന്റെ കാലത്തും പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാലശേഷവും പോയിട്ടുണ്ട്. അത് ഇബ്നു ഹജർ അസ്ഖലാനി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കേട്ടോ? അത് ഫത്ഹുൽ ബാരിയിലുണ്ട്. എന്നിട്ട് ഇപ്പൊ തർക്കം പറയാം മുസ്ലിയാർ. എന്ത്? പെണ്ണ് എവിടെയും പോകാൻ പാടില്ല, ഇവിടെയും പോകാൻ പാടില്ല, സ്റ്റേജിൽ കയറാൻ പാടില്ല. എന്താ? എന്നാൽ ഇനി ഞാൻ കാണിക്കാൻ പോണെന്ന് സ്റ്റേജിൽ കയറിയത് ആര്? പെണ്ണ്. എവിടെ? SSFന്റെ സ്റ്റേജിൽ പെണ്ണ് കയറിയതാണ്. പത്രമാണിത്, ഒറിജിനൽ പത്രം, ഫോട്ടോ കോപ്പി ഒന്നുമല്ല, ഒറിജിനൽ പത്രം. ഈ പത്രം ഇത് പിന്നെ മംഗലാപുരം ഉള്ളാൾ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങണ പത്രം. ഉള്ളാൾ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുക. എന്താ ഉള്ളത്? SSF ഹൂഡ യൂണിറ്റ് ഉചിത പുസ്തക വിതരണ. കന്നഡയാണ്. എന്താ? SSF ഹൂഡ യൂണിറ്റ് ഉചിത പുസ്തക ವಿತರಣೆ. ಕರ್ನಾಟಕ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ ಫೆಡರೇಷನ್ ಹೂಡೆ ಘಟಕ ಆಶ್ರಯದಲ್ಲಿ ಸ್ಥಳೀಯ ಉರ್ದು ಶಾಲೆ 1ರಿಂದ 7ನೇ ತರಗತಿ ವರೆಗಿನ ಎಲ್ಲ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಉಚಿತ ಪುಸ್ತಕ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮ ಇತ್ತೀಚೆಗೆ ಜರುಗಿದು. ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಭಾಗವಹಿಸಿದ ಶಾಲೆಯ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿ ಸಯ್ಯಿದು ನಿಸಾ മാത്തനാടി പ്രസംഗിക്കാണ്. ഫോട്ടോ അടക്കം. SSFന്റെ ഹൂഡ യൂണിറ്റിന്റെ നേതാക്കന്മാരുണ്ട്. പുസ്തക വിതരണത്തിന് സയ്യിദുൻ നിസ വന്ന് നിന്ന് പ്രസംഗിക്കുന്നു. SSFന്റെ നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുന്നു. ഉള്ളാൾ തങ്ങളുടെ നാട്ടിൽ നിറങ്ങിയ പത്രം ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റേജിൽ ഇരിക്കണ്ടെന്നാ. ഇനി മുസ്ലിയാർ ഒന്നുകൂടെ പറയട്ടെ,
ഇനി ആർക്കെങ്കിലും ബോധ്യമായില്ലെങ്കിൽ പെണ്ണിന് പള്ളിയിൽ പോകാന്നുള്ള തർക്കത്തിൽ ഇപ്പോഴും ഇവിടെ മുസ്ലിം ഒന്ന് പ്രസംഗിക്കും. കാലം മാറി. ഇവിടെ സക്കാഫിൻ്റെ പറഞ്ഞോ, സക്കാഫികൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി കുറേയൊക്കെ. അപ്പോൾ പഴയ പഴഞ്ചൻ വാദങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ മാറിപ്പോയി. അതെങ്കിലും ഒന്ന് അറിയണ്ടേ, ചോദിച്ചൊക്കെ പഠിച്ചിട്ട് വേണ്ടേ വരാൻ. കേട്ടോളൂ. ഇപ്പോൾ മുസ്ലിയാർ ഈ സക്കാഫി ഇപ്പോൾ പ്രസംഗിച്ച സക്കാഫി തന്നെ, പേരോട് സക്കാഫി തന്നെ ഒന്നുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞോട്ടെ. ഇതാണ് വിഷയം. പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്ക ഷരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി ഒരു പള്ളിയിൽ പോകണം. അത് ജുമാക്കും ജമാഅത്തിനു വേണ്ടിയല്ല, തവാഫിന് വേണ്ടിയാണ്. പള്ളിയിൽ കയറിക്കൂടാത്ത വർഗമല്ല സ്ത്രീകൾ. ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ അവരപ്പോ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം. അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്. ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല. പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി, ഇപ്പം നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ പോണ്ടി വന്നാ പോണ്ടേ? അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്റ്റർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ പെണ്ണുങ്ങൾ പൊരേന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട. പൊരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്റ്റർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ. നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. കണ്ടോ ഈ ജാതി? നേർക്ക് നേരെയൊക്കെ പറഞ്ഞാ പോരെ. ഒരു പെണ്ണ് പള്ളിയിൽ വന്നു, ബാങ്ക് കൊടുത്തു, അപ്പൊ ജമാഅത്ത് ഇറങ്ങിപ്പോണ്ട, മൂല ഒഴിഞ്ഞിക്കുക. അപ്പൊ ജമാഅത്തിന് ഇക്കാമത്തിന് ബാങ്ക് കൊടുത്താൽ അപ്പൊ കൂട്ടത്തിൽ നിസ്കരിച്ചു, അത് തെറ്റല്ല. അനാ പള്ളിയിൽ പോയി നിസ്കരിക്കാന്ന് പറഞ്ഞാല് ഇതെന്ത് കഷ്ടാണ്. നമുക്കറിയാ, സാധാരണ പറയാറുണ്ട് ചക്ക. ആ ചക്ക ചൂണ്ടിയിട്ട് ഒരാൾ പറഞ്ഞു അത് ചക്കയാണ്. അത് ചക്കയല്ല, അത് പ്ലാക്കായാണ്. പ്ലാവിലുണ്ടാകുന്ന കായാണ്. ചക്കയല്ല, പ്ലാക്കായാണ്. ഇത് പറയുന്നത് പോലെ മുസ്ലിയാർ രണ്ടും ഒന്നാണ് പറയുന്നത്, രണ്ടും ഒന്നാണ്. സ്ത്രീ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക, അത് അനുവദനീയാണ്, ജായിസാണ്. അപ്പോൾ പുറപ്പെടുമ്പോൾ ഉദ്ദേശിച്ചിറങ്ങരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ചിറങ്ങരുത്. മാർക്കറ്റിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി, മെഡിക്കൽ കോളേജിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി. പോണ വഴിക്ക് ബാങ്ക് കൊടുത്ത് അപ്പോൾ നേരെ പള്ളിയില അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറുക. നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് സൗകര്യം എടുത്ത് കയറിക്കുക, എന്നിട്ട് നിസ്കരിക്കുക, പ്രശ്നമില്ല, ജായിസാണ്, ജായിസാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അങ്ങ് പറഞ്ഞ ഒരു പ്രശ്നമില്ല. എന്തിനാ ഈ ബേജാറാകുന്നത്? മുമ്പ് സ്ത്രീകൾ എല്ലാം കൂടെ ഒന്നിച്ച് ഖളാ വീട്ടിലായിരുന്നു, എല്ലാം കൂടെ ഒന്നിച്ച് ഖളാ വീട്ടിൽ യാത്ര പോയാൽ അല്ലേ 2 ദിവസം മക്ബറയിൽ പോയിട്ട് നേർച്ചയ്ക്ക് കിടക്കാൻ, അവിടെ പോയ നിസ്കരിക്കാൻ, സ്ത്രീക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഇല്ല. പിന്നെ 2 ദിവസം അവിടെ കിടന്നുറങ്ങുക, എന്നിട്ട് 2ാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് 10 വഖത്ത് മുഴുവൻ അങ്ങോട്ട് ഒന്നിച്ച് ഖളാ വീട്ടുക അല്ലേ. 2 ദിവസം ഇപ്പോഴോ മാറ്റി. റോഡിലൂടെ ഇപ്പൊ സഞ്ചരിച്ചാൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, നിങ്ങൾ നിർബന്ധമായി എഴുതി വെക്കേണ്ടി വന്നില്ലേ?